അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടുകൂടി അയോധ്യ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നു. അത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. ഏതൊരു സ്ഥലത്തായാലും പുതിയ ഒരു ഡെവലപ്മെന്റ്, അതൊരു ക്ഷേത്രമാകട്ടെ അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനമാകട്ടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യും. RR ടോക്സ് കഴിഞ്ഞ വീഡിയോയിൽ അയോധ്യയിലെ BJPയുടെ പരാജയം ചർച്ച ചെയ്യുന്ന വേളയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം അയോധ്യയിലെ സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവാത്തത് BJPയുടെ പരാജയ കാരണങ്ങളിൽ ഒന്നാണ് എന്ന് പറയുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സാധാരണക്കാർക്ക് പ്രയോജനം ലഭിച്ചില്ല എങ്കിൽ അയോധ്യയിൽ പ്രയോജനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? കോർപ്പറേറ്റുകളും പൊളിറ്റീഷ്യൻസും അടങ്ങുന്ന ഒരു വലിയ സംഘത്തിനാണ്. RR ടോക്സിന് പുതിയതായി ലഭിച്ച ചില വിവരങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ഈ വീഡിയോ ഉപയോഗിക്കുകയാണ്. അതായത് അയോധ്യ രാമക്ഷേത്ര പരിസരത്ത് ഭൂമി വാങ്ങിച്ചു കൂട്ടിയ ആൾക്കാരെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ RR ടോക്സിന് ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും കാണാത്ത ഈ വാർത്ത എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായപ്പോൾ ഭാരതത്തിലെ ഓരോ സാധാരണക്കാരനും വിചാരിച്ചിരുന്നത് ഇതൊരു വിജയത്തിന്റെ കൊടുമുടിയാണ്, അല്ലെങ്കിൽ പിനാക്കിൾ ഓഫ് എ സക്സസ് എന്നായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും ചില കോർപ്പറേറ്റ് ഭീമന്മാരുടെയും ഒരു നല്ല ബിസിനസ് വെഞ്ചർ ആയിരുന്നു അയോധ്യ രാമക്ഷേത്രം എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ഭൂമി വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുടെ വിവരങ്ങൾ അറിഞ്ഞാൽ ഇത് ഏകദേശം ശരിയാണെന്ന് തോന്നും. മുംബൈ ആസ്ഥാനമായുള്ള ദ ഹൗസ് ഓഫ് അഭിനന്ദൻ ലോധ എന്നൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് അയോധ്യയിൽ സ്ഥലം വാങ്ങിച്ചിരിക്കുന്ന പ്രധാന കക്ഷികൾ. ദ ഹൗസ് ഓഫ് അഭിനന്ദൻ ലോധ എന്ന കമ്പനി 4183 രൂപ പെർ സ്ക്വയർ മീറ്ററിനാണ് അയോധ്യയിൽ വസ്തു വാങ്ങിയത്. 2024 ജാനുവരി 16 ഇതേ കമ്പനി അമിതാഭ് ബച്ചനുമായി ഏർപ്പെട്ട സെയിൽ എഗ്രിമെന്റ് പ്രകാരം 2 പ്ലോട്ടുകൾ ഉദ്ദേശം 9,08,00,000 രൂപയ്ക്ക് വിൽക്കുവാനാണ് കരാറായിട്ടുള്ളത്. അതായത് ഒരു സ്ക്വയർ മീറ്ററിന് ഉദ്ദേശം 82,776 രൂപ. 4,183 രൂപയിൽ നിന്നും വില 82,776 രൂപ പെർ സ്ക്വയർ മീറ്റർ ആവാൻ വെറും ഒരു വർഷ കാലഘട്ടം. ആരാണ് ഈ കമ്പനിയുടെ ഉടമസ്ഥൻ? ഈ കമ്പനിയുടെ ഉടമസ്ഥന്റെ പേരാണ് അഭിനന്ദൻ ലോധ. അഭിനന്ദൻ ലോധ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ടൂറിസം മിനിസ്റ്ററായ മംഗൽ പ്രഭാത് ലോധയുടെ മകനാണ്. മംഗൽ പ്രഭാത് ലോധയാകട്ടെ മുംബൈയിലെ BJPയുടെ മുൻ പ്രസിഡന്റും ഒരു ബില്യനെയർ ബിസിനസ്മാനുമാണ്. ഈ മംഗൽ പ്രഭാത് ലോധയുടെ അച്ഛനുമുണ്ട് രാഷ്ട്രീയവും ജുഡീഷ്യറിയും ഒക്കെ ആയിട്ടുള്ള ബന്ധം. മരണപ്പെട്ട ബഹുമാന്യനായ ഗുമാൻമാൽ ലോധ എന്ന റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഗുവാഹത്തി ഹൈക്കോർട്ടിന്റെ മകനാണ് മംഗൽ പ്രഭാത് ലോധ. ഈ റിട്ടയേർഡ് ജസ്റ്റിസ് ഗുമാൻമാൽ ലോധ എന്നയാൾ മുൻ ലോകസഭാ അംഗവും 80കളുടെ അവസാന കാലഘട്ടത്തിൽ രാമമന്ദിർ മൂവ്മെന്റുമായി വളരെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളുമാണ്. അപ്പോൾ ദ ഹൗസ് ഓഫ് അഭിനന്ദൻ ലോധ എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനി അയോധ്യയിൽ ഭൂമി കച്ചവടത്തിലൂടെ ഇത്രയും പൈസ ഉണ്ടാക്കുന്നതിൽ പ്രത്യേകിച്ച് അസ്വാഭാവികമായി ഒന്നും ആർക്കും തോന്നുന്നില്ലല്ലോ. അയോധ്യയിൽ നിന്നും വസ്തു വാങ്ങിയിട്ടുള്ള മറ്റു പ്രമുഖരിൽ ചിലരാണ് BJP MP ആയ കരൺ ഭൂഷൺ സിംഗ്. മുൻപ് MP ആയിരുന്ന അദ്ദേഹം ഇത്തവണത്തെ ഇലക്ഷനിലും UP-യിൽ നിന്നും MP ആയി വിജയിച്ചിട്ടുണ്ട്. മറ്റൊരാൾ UP-യിലെ BJP MLA ആയ അജയ് സിംഘാൾ ആണ്. അദ്ദേഹവും അയോധ്യയിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇനി മറ്റു ചില പ്രമുഖരെ കൂടി നമുക്ക് നോക്കാം. അദാനി ഗ്രൂപ്പും അയോധ്യയിൽ വലിയ രീതിയിൽ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ശ്രീ രവിശങ്കർ വ്യക്തിവികാസ് കേന്ദ്രയും അയോധ്യയിൽ വസ്തു വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കുന്നത് അയോധ്യയിലെ വികസനം കൊണ്ട് പ്രയോജനമുണ്ടാകുന്നത് സാധാരണക്കാർക്കല്ല, കോർപ്പറേറ്റുകൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാത്രമാണ് എന്നതാണ്. മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഈ വാർത്ത ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനലാണ് ആദ്യമായി പുറത്തുവിട്ടത്. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസ്റ്റാണ് ഇത് പുറത്തുവിടുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്ന മുറയ്ക്ക് RR ടോക്സ് തന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഈ വാർത്ത കാണുമ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? അയോധ്യയിലെ ഈ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.